ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അഗെയിൻ മോക്ക് ടെസ്റ്റുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ടോപ്പിക്കിൽ നിന്നല്ല, മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 10നും ആൻസർ ചെയ്യുക. എത്രണ്ണം ശരിയായിട്ടുണ്ട്, ഏതൊക്കെ തെറ്റിയിട്ടുണ്ട്, ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങളുടെ മാർക്ക് പോയത് എന്നുള്ളതൊന്നും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദ്യം വായിച്ചിട്ട് ആൻസർ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ക്ലാസ് അയച്ചു കൊടുക്കണം. ആദ്യത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദിയെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. 1. ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 2. ടിബറ്റിൽ സാങ്പോ എന്ന പേരിൽ എന്നറിയപ്പെടുന്നു. 3. ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നു. 4. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബ്രഹ്മപുത്ര നദിയെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ചെമായുങ്തുങ് ഹിമാനി, ടിബറ്റിൽ സാങ്പോ, ബംഗ്ലാദേശിൽ ജമുന, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. പ്രസ്താവനകളെല്ലാം ശരി. 1, 3, 4 ശരി. 2, 3, 4 ശരി. 2, 4 മാത്രം ശരി. രണ്ടാമത്തെ ചോദ്യം, വിവിധ കാർഷിക വിളകളുടെ സങ്കര ഇനങ്ങൾ ചുവടെ നൽകുന്നു. ലക്ഷഗംഗ തെങ്ങ്, പവിത്ര നെല്ല്, ഭാഗ്യലക്ഷ്മി പയർ, അനുഗ്രഹ പച്ചമുളക്. ശരിയായ ജോഡികൾ ഏതെല്ലാം? ശരിയായ ജോഡികൾ നോക്കണം. ഭാഗ്യലക്ഷ്മി പയർ, അനുഗ്രഹ പച്ചമുളക്, പവിത്ര നെല്ല്, ലക്ഷഗംഗ തെങ്ങ്. ഇതിലെ ശരിയായ ജോഡി ഏതെല്ലാം എന്നാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? തുടക്കത്തിൽ ഭരണഘടനയിൽ 8 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ 7 മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളത്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തായത് സ്വത്തവകാശമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റിയത് 1978 ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. ഖാരിഫ് വിള, റാബി വിള, സെയ്ദ് വിള. നവംബർ മധ്യം മുതൽ മാർച്ച് വരെ, മാർച്ച് മുതൽ ജൂൺ വരെ, ജൂൺ മുതൽ നവംബർ വരെ. മാച്ച് ദ ഫോളോയിങ് ആണ് എ ഭാഗം ബി ഭാഗം. ഇനി ഇതിന് കൂടെ നമുക്ക് വേണമെങ്കിൽ അല്ലേ ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം, റാബി വിളയ്ക്ക് ഉദാഹരണം, സെയ്ദ് വിളയ്ക്ക് ഉദാഹരണം എന്ന രീതിയിൽ ഇങ്ങനെ തരാം. പക്ഷെ ഇത് തന്നിട്ടില്ല. അങ്ങനെയും നമ്മുടെ പരീക്ഷയ്ക്ക് വരും. യെസ്. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ ചെയ്യേണ്ട കാര്യം, ഖാരിഫ് വിള നവംബർ മധ്യം മുതൽ, അതായത് ശൈത്യകാല ആരംഭം മുതൽ വേനൽക്കാലത്തിൻ്റെ ആരംഭം വരെയാണ്. വേനലിൻ്റെ ആരംഭം മുതൽ മൺസൂണിൻ്റെ ആരംഭം വരെയാണ്. മൺസൂണിൻ്റെ ആരംഭം മുതൽ മൺസൂണിൻ്റെ അവസാനം വരെയാണ്. ഇത് നോക്കിയിട്ട് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് മാച്ച് ചെയ്യണം, ചേരുംപടി ചേർക്കുകയാണ് വേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും കാതലായ ഭാഗങ്ങളായ മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നീ 3 ഭാഗങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന പൊതുവിഷയം ഏത്? നിയമത്തിന് മുന്നിൽ എല്ലാ വിഭാഗങ്ങൾക്കും സമത്വം, ക്ഷേമരാഷ്ട്രത്തിൻ്റെ സൃഷ്ടി, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, പൗരൻ എന്ന നിലയിൽ അന്തസ്സോടെയുള്ള ജീവിതം. ഇതിലേതാണ് 3ലും പ്രതിപാദിക്കുന്ന വിഷയം എന്നാണ് ചോദ്യം. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിലയിരുത്തുക. പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് കഴിയുകയുള്ളൂ. അനുച്ഛേദം 123 പ്രകാരം ആണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി 6 മാസമാണ്. നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനുള്ള എല്ലാ പരിമിതികളും ഓർഡിനൻസ് നിർമ്മാണത്തിൽ രാഷ്ട്രപതിക്കുണ്ടാകും. താഴെ പറയുന്നതിൽ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിലയിരുത്തുക. എല്ലാം ശരിയാണ്. 1, 2 മാത്രം, 3, 4 മാത്രം, 1, 2, 3 മാത്രം. ഏഴാമത്തെ ചോദ്യം, റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് നൽകുന്ന പലിശ, റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ, കയറ്റുമതിക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശ, ഇറക്കുമതിക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശ. റിപ്പോ റേറ്റ്, റിപ്പോ നിരക്ക് എന്ത് എന്നാൽ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? രാമേശ്വരം, നയാജർ, ലോഹച്ചര, മജൂലി. ഓക്കെ, മജൂലി ദ്വീപ്. ഒൻപതാമത്തെ ചോദ്യം, ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര? മൗലിക കർത്തവ്യങ്ങൾ എത്ര? ഓപ്ഷൻസ് 9, 10, 11, 12.
10ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം? വാവുവേലി, കടലാക്രമണം, ചാകര, സപ്തമവേലി. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം വാവുവേലിയാണോ, കടലാക്രമണമാണോ, ചാകരയാണോ, സപ്തമവേലിയാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം. 1ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദിയെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. 1. ചേമായുങ്തും ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതിലെല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 2ാമത്തെ ചോദ്യം, വിവിധ കാർഷിക വിളകളുടെ സങ്കര ഇനങ്ങൾ നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാം ശരിയാണ് കേട്ടോ. അനുഗ്രഹ പച്ചമുളകാണ്, ഭാഗ്യലക്ഷ്മി പയറാണ്, പവിത്ര നെല്ല്, ലക്ഷഗംഗ തെങ്ങ്, എല്ലാം ശരിയാണ്. ഈ ജോഡി കറക്റ്റാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരിയായ ജോഡി. 3ാമത്തെ ചോദ്യം, തുടക്കത്തിൽ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. തുടക്കത്തിൽ ഭരണഘടനയിൽ 8 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ 7 മൗലികാവകാശങ്ങളുണ്ട്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്തായത് സ്വത്തവകാശമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റിയത് 1978-ലാണ്. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. 8 ഇല്ല, തുടക്കത്തിൽ 7 ഉള്ളൂ, നിലവിൽ 6 ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ 1, 2 തെറ്റാണ്. 1ഉം 2ഉം മാത്രം ശരിയല്ല, ബാക്കി 3ഉം 4ഉം കറക്റ്റാണ്. 4ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഖാരിഫ് വിള എന്ന് പറയുന്നത് ജൂൺ മുതൽ നവംബർ വരെ, അതായത് മൺസൂണിൻ്റെ ആരംഭം മുതൽ മൺസൂണിൻ്റെ അവസാനം വരെയാണ് ഖാരിഫ് വിള ഉണ്ടാവുക. ഓക്കെ, ഇനി റാബി വിള എന്ന് പറയുന്നത് ശൈത്യകാല ആരംഭം മുതൽ വേനൽക്കാലത്തിൻ്റെ ആരംഭം വരെയാണ്. അതായത് നവംബർ മധ്യം മുതൽ മാർച്ച് വരെയാണ് റാബി വിള. സെയ്ത് വിളയാണെങ്കിൽ വേനൽക്കാലത്തിൻ്റെ ആരംഭം മുതൽ മൺസൂണിൻ്റെ ആരംഭം വരെയാണ് നമ്മുടെ സെയ്ത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഖാരിഫ് വിള 1 സി ആണ്, 2 എ ആണ്, 3 ബി ആണ്. അപ്പോൾ 1 സി ഉള്ള 2 എണ്ണം, 2 എ ഉള്ള 1 എണ്ണമേ ഉള്ളൂ. അപ്പോൾ അതന്നെയാണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും കാതലായ ഭാഗങ്ങളായ മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നീ 3 ഭാഗങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന പൊതുവിഷയം. അത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. 6ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിലയിരുത്തുക. പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ശരിയാണ്. രാഷ്ട്രപതിയാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. ആർട്ടിക്കിൾ 123 പ്രകാരമാണ്, അതും ശരിയാണ്. ഇതിൻ്റെ സാധാരണ കാലാവധി 6 മാസമാണ്, അത് ശരിയാണ്. നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനുള്ള എല്ലാ പരിമിതികളും ഓർഡിനൻസ് നിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 7ാമത്തെ ചോദ്യം, റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുക, റിപ്പോ നിരക്ക് എന്ന് പറയുക. അപ്പോൾ ബി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി ദ്വീപ്. 9ാമത്തെ ചോദ്യം, ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണമാണ്, 11 എണ്ണം. 10ാമത്തെ ചോദ്യം, മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ഓക്കെ, അങ്ങനെ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. എത്ര എണ്ണം ശരിയായിട്ടുണ്ട്, എത്ര എണ്ണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കിനെ ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ, എന്നാൽ ഈ പരീക്ഷ വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മുടെ കോഴ്സിനകത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈൻ ആയിട്ടുള്ള പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് ഉപയോഗിച്ചുള്ള മെൻറ്ററുടെ സപ്പോർട്ടോടുകൂടി ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് അവൈലബിൾ ആണ്. 1400 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചൂടെ കാണുന്ന നമ്പറിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് വിളിക്കുക. ഓക്കെ, താങ്ക് യു.